ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജർമ്മനിലെ സൗണ്ടുകൾ എന്നാണ്. ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ വ്യഞ്ജനാക്ഷരം, സ്വരാക്ഷരം എന്നൊക്കെ പറയുന്ന പോലെ ജർമ്മനിലും ഉണ്ട് ഡിഫ്തോങ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിനിടയിൽ നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ കാണും. ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഏത് ശബ്ദമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് എസ് പി. എസ് പി എന്ന് പറയുന്ന വാക്ക് കൂടി ചേരുമ്പോൾ സ്പ് എന്നല്ല പറയുക, മറിച്ച് ഷ്പ് എന്നാണ് പറയുക. ഷ്പ് എന്നാണ് പറയുക. രണ്ടാമത്തേതായിട്ട് എസ് ടി. എസ് ടി കൂടി ചേരുമ്പോഴോ ഷ്ട്. അപ്പോൾ SPIELEN എന്ന് പറയുന്നൊരു വാക്ക് കണ്ടാൽ നമ്മൾ സ്പീലൻ എന്ന് പറയുന്നത് ഷ്പീലൻ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എസ് ടി എന്ന് കാണുകയാണെങ്കിൽ ഷ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് TION, സിയോൺ എന്നാണ് പറയുക. ഇപ്പം നാശിന് നമ്മൾ നാക്സിയോൺ എന്ന് പറയും. SION എന്ന് പറയുമ്പോൾ സിയോൺ എന്നാണ്. അപ്പോൾ ഡിസ്കുസിയോൺ എന്നാണ് ഡിസ്കഷൻ നമ്മൾ പറയുക, ഡിസ്കുസിയോൺ. അതുപോലെ CH വരുമ്പോൾ ഷ് ഹ് എന്ന് പറയുന്ന ശബ്ദമാണ് വരിക. ICH വരുമ്പോൾ ഇച്ച് എന്നല്ല പറയുക, ഇഷ്. MICH എന്ന് പറയുമ്പോഴോ മിഷ് എന്നാണ് പറയുക. അടുത്തതാണ് SCH. അത് ഷ് എന്ന് പറയുന്ന ശബ്ദമാണ് ഉണ്ടാവുക, അല്ലാതെ സ്ക് എന്നല്ല. അപ്പോൾ അത് ഷൂളെ എന്നാണ് വായിക്കുക. എന്താണ് വായിക്കുക? ഷൂളെ. അതാ സ്കൂളെ എന്ന് വായിച്ചാൽ അത് തെറ്റാണ്. ഷൂളെ എന്ന് വേണം വായിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് EU. EU എന്ന് പറയുമ്പോൾ യു എന്നായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, പക്ഷെ അത് ഒയ് എന്നാണ് പറയുക. ഒയ് EU എന്ന് പറഞ്ഞ് EULEക്ക് നമ്മൾ ജർമ്മനിൽ പറയുക ഒയിലേ എന്നാണ്. ഒയിലേ, അതായത് യൂളേ എന്നല്ല പറയുക, ഒയിലേ. അടുത്തതാണ് EI. EI എന്ന് പറയുമ്പോൾ അത് ഐ എന്ന് പറയുന്ന സ്വരമാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് സ്വൈ എന്നാണ് കേൾക്കുക. സ്വൈ, സ്വൈ. IE എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ ഉണ്ടാവുക, ഇ എന്നാണ് വായിക്കുക. അപ്പോൾ ഡി എന്നാണ് അത് വായിക്കുക, അല്ലാതെ ഡൈ എന്നല്ല. നമ്മൾ ഇംഗ്ലീഷിൽ ഡൈ എന്ന് പറയും, പക്ഷെ ജർമ്മനിൽ അത് ഡി എന്നാണ് പറയുക. AU വരുമ്പോൾ ഔ, ഔഗൻ, ഔഗൻ. IG വരുമ്പോൾ ഇഷ് അഥവാ ഇഗ്, സ്വാൻസിഷ് അഥവാ സ്വാൻസിക്. ഇതേത് ഫോം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജർമ്മനിലുള്ള സ്വരങ്ങൾ. ഇത് കൂടാതെയും ഉണ്ട്, മെയിനായിട്ടുള്ള സ്വരങ്ങളാണിവ. SP ഷ്പ്, ST ഷ്ട്, TION സിയോൺ, SION സിയോൺ, CH ഹ്, SCH ഷ്, EU ഒയ്, EI ഐ, IE ഇ, AU ഔ, IG ഇഷ്. ഇനി നമുക്ക് ജർമ്മനിലെ പേഴ്സണൽ പ്രൊനൗമൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതാണ് നോമിനാറ്റീവ് ഉണ്ട്, അക്യുസാറ്റീവ് ഉണ്ട്, ഡാറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോമിനാറ്റീവ് മാത്രമേ പഠിക്കുന്നുള്ളൂ. നോമിനാറ്റീവാണ് ഇഷ്, ഡു, RCS, വിയർ, ഇയർ, CC. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. നോമിനാറ്റീവ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡു എന്ന് പറയുമ്പോൾ നീ, എന്ന് പറയുമ്പോൾ അവൻ, സി എന്ന് പറയുമ്പോൾ അവൾ, എസ് എന്ന് പറയുമ്പോൾ അത്, വിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അഥവാ ഞങ്ങൾ എന്നായി മാറുന്നു. ഇയർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്നാണ് അർത്ഥമാക്കുക. സി എന്ന് പറയുമ്പോഴോ അത് സ്മോൾ ലെറ്റർ സി ആണെങ്കിൽ നമ്മളതിനെ അവർ എന്നാണ് വിശേഷിപ്പിക്കുക. ക്യാപിറ്റലൈസ്ഡ് സി ആണെങ്കിൽ അതിനെ താങ്കൾ എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻസ് എന്ന് പറയുക. ഈ ഓരോ പേഴ്സണൽ പ്രൊനൗമനും അതിൻ്റേതായ വെർബുകളുണ്ട്. അപ്പോൾ ആ വെർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇഷിനനുസരിച്ച് പോകുന്ന വെർബാണ് ബിൻ. ഇഷ് ബിൻ എന്ന് പറയുമ്പോൾ അയാം എന്നായി മാറുന്നു. അയാം,
ഇഷിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന വെർബാണ് ഐ ആം. ഡു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്ന വെർബാണ് ബിസ്റ്റ്. ഡു ബിസ്റ്റ്. ഡു എന്ന് പറയുമ്പോൾ നീ എന്നാണ് അർത്ഥം, അപ്പോൾ യു ആർ എന്നായി മാറി. സി എന്ന് പറയുമ്പോൾ ഷീ, സീൻ്റെ കൂടെ പോകുന്നതാണ് ഇസ്റ്റ്. നമ്മൾ നേരത്തെ എർ കണ്ടായിരുന്നു, എറിൻ്റെ കൂടെ പോകുന്നതും ഇസ്റ്റാണ്, എസിൻ്റെ കൂടെ പോകുന്നതും ഇസ്റ്റാണ്. ഇഷ് ബിൻ, ഡു ബിസ്റ്റ്, എർ സി എസ് ഇസ്റ്റ്. വിയർ എന്ന് പറയുന്നത് വി എന്നാണ് അർത്ഥം, വി ആർ എന്ന് പറയുമ്പോൾ വിയർ സിൻഡ് എന്നായി മാറി. സി എന്ന് പറയുമ്പോൾ താങ്കൾ അഥവാ അവർ, അതിൻ്റെ കൂടെ പോകുന്ന വെർബാണ് സി സിൻഡ്. ഇയറിൻ്റെ കൂടെ പോകുന്ന വെർബാണ് സൈഡ്. അപ്പോൾ ഇഷ് ബിൻ, ഡു ബിസ്റ്റ്, എർ സി എസ് ഈസ്റ്റ്, വിയർ സിൻഡ്, ഇയർ സൈഡ്, സി സി സിൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണൽ പ്രൊനൗമൻസും അതിൻ്റെ കൂടെ പോകുന്ന വെർബുകളും. ഈ വെർബുകളുടെ പേരാണ് സൈൻ വെർബുകൾ. Vielen Dank.